ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അവൻ്റെ സ്വൈര ജീവിതം, സമാധാനപരമായ ജീവിതം, അവൻ്റെ വലിയ പ്രയാസങ്ങൾ, ഇതൊക്കെ ഒരു വിഷയവുമല്ലാതാവുകയും അതിനപ്പുറത്തേക്ക് ഇമോഷൻസ് കൊണ്ട് അല്ലെങ്കിൽ വ്യാജങ്ങൾ കൊണ്ട് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത് അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അത് ഇത്തവണയും അത് തന്നെ സംഭവിച്ചു എന്നതിൻ്റെ ഒരു സൂചനയാണോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ? ഇത് അങ്ങനെ വരികയാണെങ്കിലുള്ള ചോദ്യമാണത്. അങ്ങനെ വരികയാണെങ്കിൽ BJP വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രചരണമാണ് വിജയിച്ചത് എന്നുള്ളത് ഒരു ചോദ്യമാണല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയവും BJP ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ BJP അടിത്തട്ടിൽ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ പെൻഷൻ കൊടുക്കുക, ടോയ്ലറ്റ് നിർമ്മാണം, അങ്ങനെ ജനങ്ങൾ അത് നമ്മൾ ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലുള്ള ജീവിതങ്ങളെ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടുന്നുണ്ടാവാം. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഇമോട്ടീവായിട്ടുള്ള ഇമോഷണൽ മാത്രമുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം വിജയിക്കും എന്ന ഒരു സൂചനയാണ് നൽകുന്നത്. അതായത് BJPയെ സ്വീകാര്യമാക്കുന്ന എന്തൊക്കെയോ ഘടകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന വളരെ ദുഃഖകരമായ തിരിച്ചറിവിലേക്കായിരിക്കും അത് പോകുന്നത്. അതായത് BJP ഒരു കാര്യം ഉന്നയിക്കപ്പെട്ടാൽ അത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനത ഇവിടെയുണ്ട് എന്ന് തിരിച്ചറിയപ്പെടുന്നത് അത് വളരെ വളരെ അതുപോലെ ഭീകരമായ ഭയാനകമായ തിരിച്ചറിവാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ വോട്ട് നേടാം എന്നുള്ളതാണ് ആ സന്ദേശമെങ്കിൽ നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം അവസാനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനങ്ങളിൽ അവസാന 2-3 ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രിയും BJP നേതാക്കന്മാരും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന അവർക്ക് തന്നെ അറിയാം എന്ന കാര്യങ്ങൾ ഒരു യുക്തിയുമില്ലാത്ത വളരെ കമ്മ്യൂണലായിട്ടുള്ള രീതിയിലാണ് അവർ പോകുന്നത്. ആ ഒരു പ്രചരണം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സമൂഹത്തിൽ എന്തോ അടിസ്ഥാനപരമായിട്ടുള്ള എന്തോ ഒരു കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ സമൂഹത്തെ അങ്ങനെ സജ്ജമാക്കിയെടുക്കുന്നതിൽ, സമൂഹത്തെ അങ്ങനെ ഒരു മാറ്റിയെടുക്കുന്നതിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അത് നൽകുന്ന സൂചന.